ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ശ്യാമള റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്ന് വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി, റവ, ബേക്കിംഗ് സോഡ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മാവ് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്ന് വട ശരിക്കും നമ്മുടെ ഹോട്ടലിന് എങ്ങനെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് അതേ ക്രിസ്പി ആയിട്ടും അതേ ടേസ്റ്റിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്ന് എടുക്കുമ്പോഴുള്ളതാണ്. ഉഴുന്ന് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉഴുന്ന് വാങ്ങിക്കാൻ കിട്ടും. മുഴുവനായിട്ടുള്ളതും ഉണ്ടാകും, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നും ഉണ്ടാകും. അപ്പോൾ ഉഴുന്ന് വട നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കണമെങ്കിൽ എപ്പോഴും ഇതുപോലെയുള്ള മുഴുവനായിട്ടുള്ള ഉഴുന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉഴുന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉഴുന്ന്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പാണ്. ചെറിയൊരു കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 240 ml കപ്പിന് ഒരു കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളത്. 4 മണിക്കൂർ, കറക്റ്റ് 4 മണിക്കൂർ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 4 മണിക്കൂർ കുതിർത്തിട്ട് പിന്നെ മുഴുവനായിട്ട് വെള്ളം വാർന്നെടുക്കുക. ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉഴുന്ന് കണ്ടില്ല നല്ലതുപോലെ പൊങ്ങിയൊരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി മുഴുവൻ വെള്ളവും വാർന്നെടുത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത്. മിക്സിയുടെ ചെറിയ ജാറിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. പണ്ടൊക്കെ ആണെങ്കിൽ ആട്ടുകല്ലിലും അതുപോലെ തന്നെ പിന്നെ ഗ്രൈൻഡറിലൊക്കെയാണ് നമ്മൾ ഉഴുന്ന് വടക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുക. പക്ഷേ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് മാത്രം അരച്ചെടുക്കുക. ഒരുമിച്ചിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് അരക്കരുത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നല്ല തണുത്ത വെള്ളം 1 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ മാക്സിമം വെള്ളം ഉപയോഗിക്കാതെ അരക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിനടുത്ത് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ചൂടാവുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്ത് ഒരു ഇത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാറ്റർ വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ ഉഴുന്ന് വട നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ബാച്ചായിട്ട് ഒരു ഇത്തിരി മാത്രം വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് മുഴുവൻ അരച്ചെടുത്തിട്ട് ഞാൻ ആകെ ഒരു 2.5 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം മാത്രമേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇത് നല്ല ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിലെ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട്, നമ്മൾ ആട്ടുകല്ലിലൊക്കെ അരക്കുമ്പോൾ നമ്മളങ്ങ് ചുറ്റിച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെയ്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചുറ്റിച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്ന് വടയുടെ ബാറ്റർ നമുക്ക് ആയിട്ട് കിട്ടും. അപ്പോഴാണ് നമ്മുടെ ഉഴുന്ന് വട ശരിക്കും നല്ല ഉൾഭാഗത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു 1-2 മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ, സ്പൂണും വിസ്കൊന്നും ഉപയോഗിക്കരുത്, കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഒന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ ബാറ്റർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബാറ്റർ ഞാനിപ്പോൾ ശരിക്കും നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ബാറ്റർ ജസ്റ്റ് ഈ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ഇത്തിരി മാവൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിനകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ കഷ്ണം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച പാടെയുള്ള മാവാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഇത് വെള്ളത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ മാവ് പെർഫെക്റ്റ് അല്ല. ഈ ഒരു സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉഴുന്ന് വടയുടെ ബാറ്റർ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമുള്ള മാവാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നത് കാണാം. മറ്റേത് താഴെ ഭാഗത്തായിട്ടാണ് ഉള്ളത്. അതായത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് അരച്ചെടുത്തിട്ട് ഉഴുന്ന് വട തയ്യാറാക്കി എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെർഫെക്റ്റായി കിട്ടണമെന്നില്ല. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ആ 2 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കുക. നന്നായി പൊങ്ങി ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ബാറ്റർ ആണെന്നാണ് അർത്ഥം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയാണ് ഇതിലത്തെ പ്രധാന ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ മാവ് ഒരിക്കലും പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത്, ഫ്രീസറിനകത്തൊന്നും വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും വെക്കുക. അടച്ച് വെച്ചിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ബാറ്റർ വല്ലാതെ അങ്ങ് ചൂടാവുകയും കറക്റ്റ് ആകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും, മാവ് പുളിക്കുകയില്ല. അപ്പോൾ കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് വടയിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ഫ്ലേവറിനും അനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നത്
കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളുടെ എരിവിനും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ അളവിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. പച്ചമുളക് പൊടിയായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല എരിവൊക്കെയുള്ള പച്ചമുളകാണെങ്കിൽ. അപ്പോൾ ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നതാണെങ്കിൽ എണ്ണ ഒന്ന് കുറച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി എപ്പോഴും കൊത്തി അരിഞ്ഞ് ചേർക്കുന്നതിന് പകരം ഒന്നങ്ങ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഒരു ഇത്തിരി മാത്രം ചേർത്താൽ മതി. അതുപോലെ കുരുമുളക് മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഒന്ന് പൊട്ടി തെറിക്കാനുള്ള പോലെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നങ്ങ് പൊടിക്കുക, ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ സവാളയാണ്. സവാള ഞാൻ ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കനം കുറഞ്ഞിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതില്ലെങ്കിൽ നമ്മുടെ ഉഴുന്ന് വടയൊന്നും ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. കനം കുറഞ്ഞിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഏറ്റവും അവസാനമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഒത്തിരി സമയം കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ മാത്രം റെഡിയാക്കി എടുത്താൽ മതി. ഞാൻ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെക്കാം. ഞാനിപ്പോൾ 2 കൈ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒത്തിരി പ്രാക്ടീസ് ആയവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു കയ്യിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ആവാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതുപോലെ ചെറിയൊരു റോളായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉരുളയാക്കുന്നതാണെങ്കിൽ ഒത്തിരി സമയം ഇട്ടിട്ട് കയ്യിലിട്ടിട്ട് കുഴക്കരുത്. ജസ്റ്റ് കണ്ടില്ല, ഒന്ന് തട്ടിയെടുത്താൽ മതി. ഇതുപോലെ 1-2 തവണ ആക്കുമ്പോഴത്തേക്ക് തന്നെ ഇതൊന്ന് റോൾ ചെയ്തിട്ട് വരും. നമ്മൾ ഒത്തിരി സമയം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വലിഞ്ഞിട്ട് നമുക്ക് ശരിയായി റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. കണ്ടില്ലേ, ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒത്തിരി സമയം കയ്യിലിട്ടിട്ട് ഇങ്ങനെ കുഴക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ ഓയിൽ, ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മുക്കി പൊരിക്കുമ്പോഴാണ് ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുക. നമ്മൾ എണ്ണ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അതുപോലെ ഫ്ലെയിമിൻ്റെ കാര്യം, ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിലിടരുത്. പിന്നെ എണ്ണ ചൂടായോ എന്ന് ജസ്റ്റ് ഒരു ബാറ്റർ ഒരു ഇത്തിരി മാത്രം ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചുടേണ്ട ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സമയം എടുത്തിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുക. ഓരോ പീസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നങ്ങ് ജസ്റ്റ് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന പാകമാകുമ്പം വേണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് തിരിച്ചിട്ട് 2 സൈഡും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം സമയം എടുത്തിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കുമ്പോഴാണ് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ കളർ കിട്ടുകയും. ഇത് കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് റവയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ശരിക്കും പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ എണ്ണ ഒരുമിച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രം ഞാനൊന്ന് ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് എത്ര പെർഫെക്റ്റായിട്ട് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാത്രം വെച്ച് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നന്നായി പൊങ്ങി അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു പീസ് ഞാൻ ലാസ്റ്റ് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് കമിഴ്ത്തി കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ വടയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കയ്യിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഒട്ടും തന്നെ എണ്ണയില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ വട സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു ടിപ്പാണിത്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട്, പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.